ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കടലക്കറി വെക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതിനെ തന്നെ ഞാൻ ഒരു 2 കപ്പ് കടല തലേന്നേ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇതിനെ ഇപ്പം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി വേണം ഇതിൽ ചേർക്കാൻ. 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. കടലക്കറിയെല്ലാം കുക്കറിൽ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചുമ്മാ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് മസാലയും കൂടി ചേർത്ത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചൂടാക്കിയത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തു. ഇതിൽ ഞാൻ കറുകപ്പട്ട, സ്റ്റാർ അനീസ്, ഏലക്ക ഇതും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ആറിയ ശേഷം മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം. കടുക് പൊട്ടിച്ച് താളിക്കാനുള്ള താളിപ്പ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമായ അരപ്പ് മിക്സിയിൽ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കി ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അരച്ച അരപ്പെല്ലാം കൊണ്ട് നമ്മൾ കടലക്കറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സി കഴുകിയ വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇനി ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് അത് മാത്രം ചേർത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ താളിപ്പും കൂടി ഇതിൽ ഒഴിച്ചാൽ കടലക്കറി റെഡിയാവും. വേണ്ടുന്ന താളിപ്പ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കറി റെഡിയാവും. ഒപ്പം തന്നെ പുട്ടും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടും കടലക്കറിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.